പുട്ടും പഴവും തിന്നാൻ തോന്നിട്ടേ കഴിഞ്ഞ ദിവസം മേടിച്ച പഴം ഉണ്ടായിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ കറക്കാറായി തുടങ്ങി. ഏത്തക്കയാണെങ്കിൽ നമുക്ക് ഏത്തക്കയപ്പേലും ഉണ്ടാക്കാം. പഴമായതുകൊണ്ട് പിന്നെ ഇവിടെ ഇട്ട് തട്ടും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് പഴം കൊണ്ടൊരു ചെറിയൊരു റെസിപ്പി ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഞാനങ്ങ് ഉണ്ടാക്കുക. അതിന് കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക, ഒരു പഴം കൂടെ അങ്ങോട്ട് മുറിച്ചിടുക. ഇനിയാണ് പരിപാടി. അംഗത്തിന് പോയാലോ നമുക്ക് കൈയൊക്കെ ഒന്ന് കയറ്റി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം പിന്നീട് കുറച്ച് വെള്ളമൊക്കെ തളിക്കുമ്പോൾ വെള്ളം കൂടിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പഴവും ഗോതമ്പ് പൊടിയും ഒന്ന് ഞെരിടി നന്നായിട്ട് എടുക്കണം. എന്നിട്ട് നമ്മുടെ ശർക്കര പൊടി, ഉണ്ടച്ചക്കരയാണെങ്കിൽ നമുക്ക് ചീകിയിടാം. എൻ്റെ ഈ പൊടി ഉണ്ടായിരുന്നു. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ഇടണം. ജീരകമോ ഏലക്കാപ്പൊടിയോ വില ഇടണം കേട്ടോ. ഞാൻ ജീരകം ഇട്ടു, പക്ഷേ എടുക്കാൻ മറന്നുപോയി. കുറച്ച് വെള്ളം കൂടെ തളിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഞെരടി എടുക്കുക. അതായത് നമ്മുടെ കയ്യേന്ന് ചെറുതായിട്ട് ഇറുന്ന് വീഴുന്ന ഒരു പരുവുണ്ട്, ആ പരുവാക്കി എടുക്കണം. കൈയൊക്കെ കഴിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ നിന്ന് കുഴയ്ക്കുന്ന ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് ഇന്ന് ഞാൻ ദോശക്കല്ലൊന്നും എടുത്തിട്ടില്ല, പാൻ എടുത്തു. അപ്പം സംഭവം നല്ല രീതിയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വേണം ഇതങ്ങോട്ട് കൈ കൊണ്ട് വേണം പരത്താൻ. വലിയ ഫാഷൻ കളിച്ചിട്ട് സ്പൂൺ കൊണ്ടൊന്നും ആക്കരുത്. പണ്ട് അമ്മമാരൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് പരത്തി ഞങ്ങളൊക്കെ അതിന് ഓട്ടടാന്ന് പറയും. അയ്യോ എന്നാ ഒരു ടേസ്റ്റാണ്. അതുപോലെ വെറൈറ്റി. സൈഡൊക്കെ ഞാൻ കട്ടി കുറച്ചു, അല്ലെങ്കിൽ സൈഡ് വേഗത്തില്ല. അതിന് ശേഷം വേണം നമ്മൾ നെയ്യ് ഒഴിക്കാൻ. വെളിച്ചെണ്ണ കോരി ഒഴിക്കരുത്, നെയ്യ് തന്നെ ഒഴിക്കണം. അപ്പുറം ഇപ്പുറം ഒഴിച്ചിട്ട് വേണം തിരിച്ചിടാൻ. ഈ ഗോതമ്പ് ദോശ പോലെ ചതഞ്ഞ് പോകുന്ന ഒരു പരുവ് ആകരുത് കേട്ടോ. ഞാൻ മനസ്സിലാകാനാണ് അങ്ങനെ പറഞ്ഞത്. ഇച്ചിരി മൊരിഞ്ഞ് കിട്ടണം, എന്നാലും നമുക്കിങ്ങനെ കടിച്ച് തിന്നുമ്പോൾ സൂപ്പറാകത്തുള്ളൂ. അങ്ങനെ രണ്ട് സൈഡും മൊരിഞ്ഞ് ഞാൻ എടുത്ത് മാറ്റി. അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്, അത് നല്ല രീതിയിൽ വെള്ളമൊക്കെ തൊട്ട് നല്ല രീതിയിൽ പരത്തണം. അതിനുശേഷം നമ്മൾ വേണ്ട നെയ്യൊക്കെ ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം. അവനവിടെ കിടന്നാകട്ടെ, എൻ്റെ വായിൽ വെള്ളം നിൽക്കണ്ടായോ. അപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ എടുത്ത് കഴിച്ച് സൂപ്പർ സാധനം. പിന്നെ തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ നെയ്ക്കകത്ത് അതുകൂടെ ഒന്ന് വറുത്ത് ചേർത്താൽ നല്ലത്. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയതുകൊണ്ട് നോക്കിയപ്പോഴത്തേന് തേങ്ങയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തേങ്ങ സ്കിപ്പ് ചെയ്ത്. നിങ്ങളുണ്ടാക്കുമ്പോൾ എന്തായാലും തേങ്ങാക്കൊത്ത് ഇടണം, അതാണ് സൂപ്പർ. ഇതാകുന്നതിന് മുന്നേ ഞാൻ മിക്കവാറും അത് തിന്ന് തീർക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.